ഹായ് അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കിച്ചൺ ഗാർഡനിലാട്ടോ. കണ്ടോ പാവലൊക്കെ തൂങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. എൻ്റെ സ്വന്തം അധ്വാനത്തിലുണ്ടായ പാവലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ഈ കിച്ചൺ ഗാർഡനിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം എന്താ പറയുക, ഞാൻ പലപ്പോഴും ചിന്തിച്ചായിരുന്നു ഈ കൃഷിക്ക് ഇത്രയും പോസിറ്റീവ് എനർജി കൊടുക്കാൻ കഴിയുമെന്ന്. ഫ്രണ്ട്സ്, എനിക്ക് വലിയൊരു കൃഷിത്തോട്ടമൊന്നുമില്ല, ഒരു കുഞ്ഞ് കിച്ചൺ ഗാർഡനാണ് കേട്ടോ എൻ്റേത്. ഇവിടെ പാവൽ, അതുപോലെ തന്നെ പയർ, പിന്നുള്ളത് വഴുതനയുണ്ട്. വഴുതന 3-4 പ്ലാന്റ്സ് ഉണ്ടെങ്കിലും വഴുതന ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് വെണ്ടയാണ്. വെണ്ട എനിക്ക് അത്യാവശ്യം ഒരാഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കറി ഉണ്ടാക്കാനുള്ളതും. അതുപോലെ തന്നെ പടവലമുണ്ട്. പടവലവും തന്നെ ആയി വരുന്നേ ഉള്ളൂ. ഒരു വലിയ പടവലൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചിടാം. പാടുണ്ടെന്ന് ഞാൻ പറയില്ല, കുറേശ്ശേ ഉള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്ത് നോക്കുന്നത്. കാരണം ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എൻ്റെ കുഞ്ഞു കിച്ചൺ ഗാർഡൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരെയും ഞാൻ നമ്മുടെ ഈ പുതിയ കിച്ചൺ ഗാർഡൻ വ്ളോഗിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഇതിന് ഞാൻ കവർ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. 5-6 എണ്ണമൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ പാവലിനെ ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിത് വിത്തിന് നിർത്തിയതാട്ടോ. നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഇത് പറിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വിണ്ട് വരുന്ന, ഞാൻ ഇതുപോലെ 2-3 തവണ വിത്തിന് നിർത്തിയിരുന്നു. പക്ഷേ അതൊക്കെ വിണ്ടിട്ട് ഇതേപോലെ പൊട്ടി വന്നിരുന്നു. പക്ഷേ പഴുക്കുന്നതിൻ്റെ മുൻപ് തന്നെയായിരുന്നു. ഇതെന്തായാലും പഴുത്തിട്ടാണ് പൊട്ടിയത്. പിന്നെ ഞാനിതെന്തായാലും ഇനി ഇതിൻ്റെ വിത്ത് മാറ്റി വയ്ക്കുകയാണ്, അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ. നമുക്ക് പാവൽ പറിക്കാം അല്ലേ. സത്യം പറഞ്ഞാൽ ഇത് പറിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണിത്. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കീടങ്ങളുടെ ശല്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ശല്യങ്ങൾ കാരണമാണ് ഞാൻ ഇതിന് കവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കായ്ച്ചൊക്കെ കൊത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ പാവലും ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് കുറച്ച് വിണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ പാവയ്ക്ക ഉണ്ടല്ലോ, ഞാൻ പറിച്ചെടുത്തതാണ്. എനിക്ക് ഇന്നത്തെ ഒരു തോരനുള്ളത് ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. ഓരോ പാവയ്ക്കയും 1/4 കിലോ ഇതുണ്ട്. നല്ല വലുപ്പമുള്ള പാവയ്ക്ക തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എൻ്റെ വെണ്ട കൃഷി കണ്ടാലോ. ഫ്രണ്ട്സ്, എൻ്റെ വെണ്ടയ്ക്ക കേട്ടോ, ഇതുപോലെ ഇവിടെ ഉണ്ട്. ഇതിലും വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. അടുത്തൊരു വെണ്ടയ്ക്ക തൈയുടെ ഉണ്ട്, അതിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രോ ബാഗിൽ 2-3 ഹൈബ്രിഡ് വെണ്ടയ്ക്കയുടെ ഉണ്ട്. ഇത് നാടൻ വെണ്ടയ്ക്കാണേ. ഇവിടെ എൻ്റെ പയറ് ചെടി. ഈ പയറ് ചെടി പടർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേലിപ്പന്തലാണിത്. ഈ വേലിപ്പന്തൽ ആകുമ്പോൾ നമുക്ക് സൈഡിലൂടെ പടർത്തിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരെ മുകളിലായിട്ട് ഇങ്ങനെ പന്തൽ കൊടുക്കേണ്ടത്. അത് ഇങ്ങനെ ആകുമ്പോഴെന്താ വെച്ചാൽ കുറച്ച് സ്പേസ് മതി. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇവിടെയൊക്കെ കോഴികളുടെ ശല്യം ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറക്കാൻ കഴിയും കേട്ടോ. ഇതിനകത്ത് ഫുള്ള് നമ്മുടെ ഈ ഗാർഡനെ ഫുള്ള് കവർ ചെയ്ത് വെച്ചാൽ മതി. വേലിപ്പന്തലുണ്ട്. നമുക്ക് വേലിയിൽ ഈ പടരുന്ന ഐറ്റംസ്, പയറാണെങ്കിലും ഇനിയിപ്പോൾ കയ്പയാണെങ്കിലും ഒക്കെ നമുക്ക് പടർത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി എൻ്റെ പയറിൻ്റെ കാഴ്ചകൾ കാണുമല്ലേ. പയറാണ് എൻ്റെ പറിക്കാനായിട്ടില്ല കേട്ടോ. ഇത് ഇവിടെയൊക്കെ കുറച്ച് പയറൊക്കെ തൂങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വിത്തിന് നിർത്തിയ പയറാണ്, നല്ല വലുപ്പമുണ്ട്. ഇതിൻ്റെ റെഡ് ലേഡിയാണേ. ഇവിടെയൊക്കെ കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ ഇവിടെ ഇതെല്ലാം കൂടെ പറിക്കുകയാണെങ്കിൽ ഒരു തോരനൊക്കെ ഒപ്പിച്ചിട്ട് വയ്ക്കാം. ഇതാ പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഓൾറെഡി ഒരെണ്ണമുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ കണ്ടോ, 4-5 പയർ നിൽക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം, ഇവിടെ ഒരു 2 എണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം,
ഇതെന്താ ഇവിടെ വരണം. ഇത് പയർ ചെടി കേട്ടോ. നമ്മൾ സാധാ നാടൻ പയറിൻ്റെ ചെടിയാണ്. ഈ പയർ ചെടിയാണ് ഞാൻ ഈ വേലിപ്പന്തലിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് വേലിപ്പന്തൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു പയർ ചെടിയുണ്ട്. ഒരു കുഴിയിൽ ഇത് 4 പയറാട്ടോ. മണ്ണിലായതുകൊണ്ടാണ്. ഗ്രോ ബാഗിലാണെങ്കിൽ 2 or 3 അതിലപ്പുറം പറ്റില്ല. ഇവിടെ തന്നെ ഒരു കോവലിൻ്റെ വള്ളിയുടെ ഉണ്ട്. അത് ഞാൻ അപ്സ്റ്റെയറിലോട്ട് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പന്തലുണ്ടല്ലോ, അതിലോട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതെൻ്റെ കുറ്റിപ്പയറാണ്. ഇവിടെ 6 ഗ്രോ ബാഗിൽ കുറ്റിപ്പയറുണ്ട് കേട്ടോ. ഈ കുറ്റിപ്പയർ കണ്ടില്ലേ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്രോ ബാഗിൽ മാത്രമേ ഉള്ളൂ പൂക്കാനായിട്ടുള്ളത്. അതുപോലെ ഇത് വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തത് കണ്ടോ. ഇതിന് മുൻപ് കട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തത് കൊണ്ടാണ് ഇതിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായത്. ഇതെൻ്റെ കൂർക്ക ടവർ. അതായത് കൂർക്ക നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയ എടുക്കാനൊന്നും സ്പേസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ചാക്ക് നിറയെ മണ്ണ് നിറച്ചിരിക്കണം. പിന്നെ സൈഡിലൂടെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കൂർക്ക വെച്ചിരിക്കണം. ഞാൻ നിറയെ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 3 ആഴ്ചയായി. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ചാക്ക് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ കൂർക്ക വളർന്നു വരും. ഈ കൂർക്കയുടെ മുരടിൽ മാത്രമേ ഉള്ളൂ കൂർക്ക ഉണ്ടാകുക. അതായത് ഈ ചെടിയുടെ മുരടിൽ മാത്രമേ കൂർക്ക ഉണ്ടാവുകയുള്ളൂ. സാധാരണ നമ്മൾ ഇത്ര മണ്ണിട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് ഇല വരുന്ന ഭാഗത്തു നിന്നൊക്കെ കൂർക്ക ഉണ്ടായി വരുമല്ലോ. അത് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. ഇതെൻ്റെ തക്കാളി ചെടികളാട്ടോ. 5 ഗ്രോ ബാഗിൽ നട്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം വാടിപ്പോയി. അപ്പോൾ ഉണ്ടോ ഈ തക്കാളിയിലൊക്കെ ചെറുതായിട്ട് മുട്ടുകൾ വരുന്നുണ്ട്. ഇത് 4 ഗ്രോ ബാഗിലുള്ളത് തക്കാളി ചെടി. അടുത്തതായിട്ട് മുളക് ചെടികളാണ്. 5 ഗ്രോ ബാഗിലായിട്ട് ഞാൻ മുളക് ചെടികൾ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് 10 മണി ചെടി കേട്ടോ. വെറുതെ ഒരു തണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചതാണ്. പിന്നെ പച്ചമുളക് ചെടിയാണിത്. പച്ചമുളക് ഉണ്ടായി വരുന്നുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ടാവാൻ. 2-3 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ കാന്താരി. 4 വർഷമൊക്കെയായിട്ടുള്ള ചെടിയാണിത്. ഞങ്ങൾ ഹൗസ് വാമിങ് നടന്ന ഉടനെ ഉണ്ടായിരുന്ന ചെടിയാട്ടത്. ഇതിൽ ഒരുപാട് കാന്താരികളുണ്ടാകും. എനിക്ക് മുളകിൻ്റെ അത്യാവശ്യത്തിനുള്ള ഇത് മുഴുവൻ കിട്ടും കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ മുളക് വാങ്ങിക്കാറ്. ഈ ചെടിക്ക് മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. എന്നാലും അത്യാവശ്യം എനിക്ക് കിട്ടുന്നുണ്ട് ഡെയിലി. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട് മുളക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാന്താരിക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളകിലൊക്കെ ഒരുപാട് വിഷം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു തൈ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ചായ മിൻസ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചീരയാണ്. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഈ ചായ മീൻസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ കണ്ടതാണിത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഇത്തേനോട് ചോദിച്ചു എനിക്ക് തരുമെന്ന്. അങ്ങനെ ഇത്ത് തന്നതാണിത്. ചെറിയൊരു തണ്ടായിരുന്നു. ഇപ്പോഴിത് കണ്ടില്ലേ, ഒരു ഇല 2 ഇല വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഇത് നന്നായിട്ട് ഇതിപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടുള്ളത്. നന്നായി വന്നതിന് ശേഷം ബ്രാഞ്ചസ് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ വഴുതനയാണ്. വഴുതനയിൽ ഒരെണ്ണം തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കാറ്റിൽ പൊട്ടിയതാണ് ഈ വഴുതനയുടെ കൊമ്പ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അടുത്തൊരു വഴുതനയാണ്. ഇതിലൊരു വഴുതന തൂങ്ങിയിട്ടുണ്ട്. പച്ചക്കളർ വഴുതന കേട്ടോ എല്ലാതും. വേറൊരു വഴുതനയുണ്ട്. ഒരു 3-4 വഴുതനയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുതുതായിട്ട് ഒരെണ്ണം പിടിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ വഴുതനയുടെ 3G കട്ടിങ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴുതനയായിരുന്നു. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് 5 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഇതാ വരുന്നുണ്ട്. ഇതാ 1, ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഹെൽത്തി ആയിട്ടുള്ളത് നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഞാൻ പറിച്ച് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വഴുതന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല വലുപ്പം, നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അത്രയും വലുപ്പമുണ്ട് ഈ വഴുതന. അതുപോലെ തന്നെ വേറൊരു വഴുതനയുടെ ചെടിയാണിത്. ഈ ചെടിയിൽ ഇതാ ഇവിടെ ഒരു വഴുതന ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പൂ വീണു പോയതാണിത്.
പിന്നെ ഇത് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്. ബ്രാഞ്ചസ് വരുമ്പോൾ ആ ബ്രാഞ്ചിലൊക്കെ പൂക്കൾ വരും, അല്ലെങ്കിൽ ഇത് ഹൈറ്റിൽ അങ്ങനെ പോവുക ചെയ്തിരുന്നേ. കായ്ച്ച് വന്നിട്ടുള്ള എൻ്റെ ഒരു വഴുതനയാട്ടോ ഇത്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നാടൻ വഴുതനയാണ്, പച്ച കളറിൽ വഴുതനയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് നാടൻ വഴുതന തന്നെയാണ് കേട്ടോ. പിന്നെ മുട്ട വഴുതന ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, ഒരുപാട് വലുതായിട്ടൊന്നുമില്ല. പ്ലാന്റ് വലുതായി വരുന്നേ. പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു വഴുതന ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കട്ടെ. ഇതിങ്ങനെ ഹൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഇനി അതിന് ശേഷമാണ് ഇതെന്തോ ഈ ബ്രാഞ്ചസൊക്കെ ഉണ്ടായി വന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ ബ്രാഞ്ച് ഉണ്ടായി വന്നത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ വഴുതന കട്ട് ചെയ്യാം, പക്ഷെ ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നില്ല. കാരണം ഇന്നേക്ക് നമ്മൾ ഓൾറെഡി പാവയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ല, എൻ്റെ വെണ്ടച്ചെടിയിൽ ഉറുമ്പ് പോളിനേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കായ്ച്ച ഒരു പടവലാട്ടോ. ഈ പടവലത്തിന് ഞാൻ ടെറസിൻ്റെ മുകളിലോട്ടാണ് കയറ്റുന്നത്. കണ്ടില്ല, അവിടെ മുകളിൽ ഞാൻ പന്തലിട്ടിട്ടുണ്ട്. ഇത് പഴയ തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പന്തലിട്ടിട്ടുള്ളത്. അപ്പോൾ പന്തലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നാണ് പോകുന്നത് പടവലം. കണ്ടോ, താഴേന്ന് ഇവിടെ നിന്നാണ് പോകുന്നത്. ഇതെൻ്റെ കൈപ്പയുടെ പാവയ്ക്കയുടെ പന്തലാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പടവലം നട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സൺഷെയ്ഡിൻ്റെ ലെവലിൽ എത്തിയപ്പോൾ ഒരു പടവലം ഉണ്ടായി. ഞാനിത് കവറൊക്കെ ഇട്ട് വെച്ചായിരുന്നു. ഇന്ന് ഞാൻ ഈ പടവലം കൂടെ പറിക്കുകയാണ്. തോരന് വേണ്ടിയിട്ട് നമ്മൾ പാവൽ പറിച്ചു. അപ്പോൾ ഇനി കറിക്ക് വേണ്ടിയിട്ട് പടവലാണ് പറിക്കുന്നത്. അപ്പോൾ ഞാൻ പടവലം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പടവലം പറിക്കണമെങ്കിൽ അപ്സ്റ്റെയറിൽ വന്നിട്ടാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. താഴേന്ന് വരുന്ന പടവലാണിത്. ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ 2-3 പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മുകളിലെത്തിയപ്പോൾ ഒരുപാട് ഫീമെയിൽ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതിൽ. കേട്ടില്ലേ, ഇവിടെ ഇത് ഞാൻ പോളിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഹാൻഡ് പോളിനേഷൻ ചെയ്തതാണ്. വേറൊരു ഫീമെയിൽ ഫ്ലവർ ഉണ്ട്. അപ്പോൾ തന്നെ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വാടി പോകുന്നുണ്ട് കേട്ടോ. നിൽക്കുന്നു തോന്നുന്നില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു ഫീമെയിൽ ഫ്ലവർ ഉണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. താഴേന്ന് വരുന്നത് ഇത് സൺഷെയ്ഡിൽ വെച്ചിട്ട് ഈ പടവലത്തിൻ്റെ ഈ വള്ളി ഒന്ന് മുരടിച്ച് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം മുകളിലോട്ട് വളർന്നു വരുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഫീമെയിൽ ഫ്ലവേഴ്സോടുകൂടെ വരുന്നത്. ഇതാ ഇവിടെ ഒരെണ്ണം, അങ്ങനെ കുറേ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് ശരിക്കും ഇത് ഞാനൊരു ടെമ്പററി ആയിട്ട് കെട്ടിക്കൊടുത്തതാണ്. പഴയ തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തതാണ്. അത് ഇതുപോലെ ഒരു കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കയറ് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ പടവലത്തിന്. ഇപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ ഒരു വീതിയിൽ കണ്ടില്ലേ, ഇങ്ങനെ കെട്ടിക്കൊടുത്തപ്പോഴാണ് ഇത് നന്നായിട്ട് തന്നെ കയറ് വരാൻ തുടങ്ങിയത്. ഇനി ഇത് മുകളിലാണ് ഇതിനുള്ള പന്തൽ. പിന്നെ ഇത് എൻ്റെ പാൽച്ചേമ്പാണ്. ഈ പാൽച്ചേമ്പ് കിഴങ്ങ് കിട്ടുക എന്നതിലുപരി ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടാണ്. പാൽച്ചേമ്പിൻ്റെ തണ്ട് കണ്ടില്ലേ, ഈ തണ്ട് ഏറ്റവും അടിയിലെ തണ്ട് ഞാൻ ഓരോന്ന് വീതം കട്ട് ചെയ്തെടുക്കും. അതിപ്പോൾ 2 പാൽച്ചേമ്പല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ഞാൻ ഓരോന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സഡ് തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ പാൽച്ചേമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു മസാലക്കറി നോണൊക്കെ ഇല്ലാത്ത ദിവസം ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി കേട്ടോ. അത് ഈ പാൽച്ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാനിവിടെ നല്ലൊരു പപ്പായയുടെ പ്ലാന്റ് കാണിച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് മെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അവിടെ ഞാനൊരു റെഡ് ലേഡി പപ്പായ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാണ്. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പടവലവും പരിപ്പൊക്കെ നല്ല കറിയാണ്. അതുപോലെ തന്നെ ബീഫ് മസാല പോലെയൊക്കെ നമുക്ക് പടവലം കൊണ്ട് മസാല ഉണ്ടാക്കാം. പിന്നെ ഈ പാവയ്ക്കാണ്. പാവയ്ക്ക കൊണ്ട് നമുക്ക് തോരനോ മെഴുക്ക് പുരട്ടോ എന്ത് വേണേലും ഉണ്ടാക്കാം. എൻ്റെ ടാർഗറ്റ് ഡെയിലി 1 കിലോ പച്ചക്കറി എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കിട്ടണം, അതിലോട്ട് എത്തണം. അപ്പോഴിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഇനി ഒന്നുകൂടെ വിപുലീകരിക്കണം പച്ചക്കറിത്തോട്ടമൊക്കെ. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കിച്ചൺ ഗാർഡൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് വീട്ടമ്മയ്ക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാനിവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ, എനിക്ക് വെയിൽ കിട്ടുന്ന സ്പേസ്, അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്സ്റ്റെയറിലോട്ട് ഞാൻ വള്ളി പടർത്താനാട്ടോ ഉദ്ദേശിക്കുന്നത്. താഴെ നട്ടതിന് ശേഷം കോവലാണെങ്കിലും അതുപോലെ പടവലം ഞാൻ പടർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ അപ്സ്റ്റെയറിലെ പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പടവലൊക്കെ. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കിച്ചൺ ഗാർഡൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.